ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും കോൺഗ്രസിലായാലും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം തന്നെയാണ്. അത് തുറന്നു പറയാതിരിക്കാനാവില്ല. ഇനി 2026 ഒരു ഭരണം അത് LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ഭരണത്തിന്റെ നിയന്ത്രണം മുസ്ലിങ്ങളുടെ കയ്യിലായിരിക്കും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോ പ്രതിപക്ഷ നിരയിൽ ഇരുന്നിട്ടായാൽ പോലും നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിയുന്ന ഒരു 3-4 MLA-മാരെ ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ മതേതരനല്ല, ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ ക്രിസ്ത്യാനിയാണ്, പക്ഷെ ഞാൻ എല്ലാവർക്കും വേണ്ടി എന്ന പോലെ എന്റെ സമുദായത്തിന് വേണ്ടി ഞാൻ ശബ്ദിക്കുമെന്ന് പറയുന്ന MLA-മാരെ നാം ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ ഇപ്പൊ പരമ്പരാഗതമായിട്ട് ഇപ്പൊ കോൺഗ്രസ്സുകാരുടെ ഒരു വിചാരം ക്രിസ്ത്യാനികൾ കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊള്ളൂ എന്നുള്ളൊരു മിഥ്യാധാരണയാണ്. ആ ധാരണ മാറണം. ഇപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അവർ നമ്മളെ ചവിട്ടിത്തേക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന ഈ സ്നേഹമെല്ലാം കപടതയാണ്. ഇവര് ഉത്തരേന്ത്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന വിഷയങ്ങൾ ഇവിടെ കൊണ്ട് പെരുപ്പിച്ച്, ഞാൻ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. ഡൽഹിയിലെ വിഷയത്തിന്റെ പേരിൽ പ്രതികരിച്ചവർ 3-ാമത്തെ ദിവസം തൊമ്മൻകുത്തിൽ ദുഃഖവെള്ളിയാഴ്ച ദിവസം കുരിശിന്റെ വഴി നടന്നപ്പോൾ പോലീസ് തടഞ്ഞതിനെ പ്രതിപക്ഷത്തെ ഏതെങ്കിലും VD സതീശനോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റോ ആരെങ്കിലും, ജോസ് കെ മാണി ആരെങ്കിലും അതിനെ എതിർത്തു? ഇല്ല. അവർക്കൊപ്പം നിന്നോ? അവിടെ ഒന്നുമില്ല. കുരിശ് സ്ഥാപിക്കാൻ പോയതല്ല, പള്ളിയിൽ ഇരുന്ന ക്രൂശിത രൂപവുമായിട്ട് വൈദികന്റെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി നടന്നതാണ്. അപ്പോൾ ഇതാണ് ഇവിടെ കാണിക്കുന്നത്. ശരിക്കും ഇവിടുത്തെ ക്രിസ്ത്യാനികളെ പൊട്ടന്മാരാക്കി അവരുടെ ആ രാഷ്ട്രീയ അടിമത്തത്തിൽ തളച്ചിടാൻ വേണ്ടുന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നടത്തുന്നത്. അല്ലാതെ